ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ ഉള്ളത് മൂന്നാറാണ്. അപ്പോൾ നമ്മുടെ മൂന്നാർ ട്രിപ്പിൻ്റെ മൂന്നാമത്തെ വ്ളോഗാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ റൈഡൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല തണുപ്പാണ്. നമ്മുടെ 2 വ്ളോഗ് മുന്നേ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ എന്നാലും ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇതുപോലെ നമ്മൾ മാത്രമായിട്ട് പോകുന്ന ട്രിപ്പൊക്കെ ആണെങ്കിൽ യൂട്യൂബിലൊക്കെ ഒത്തിരി ആൾക്കാർ ഓരോ സ്ഥലത്തെയും റൂട്ടും മാപ്പൊക്കെ പറഞ്ഞിരുന്നുണ്ട്. അതൊക്കെ നോക്കി ഓരോ സ്ഥലവും നോട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്ത് പോകാൻ പറ്റുന്നതായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഓരോ സ്ഥലവും മിസ്സായി പോകും. കാരണം നമുക്ക് എല്ലാ ലൊക്കേഷനും അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളാണെങ്കിൽ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് മൂന്നാർ ട്രിപ്പ്. അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി സമയവും ഇല്ല. പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ച് വീട്ടിലെത്തേണ്ടതാണ്. കാരണം ഏട്ടന് തിരിച്ചു പോവേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് യൂട്യൂബിലൊന്നും നോക്കി എഴുതിയെടുക്കാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. എങ്കിലും നമ്മൾ കുറച്ചൊക്കെ എഴുതിയെടുത്തിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നോട്ട് ചെയ്ത സ്ഥലത്തിൽ ഒന്നാണ് ഈ ഒരു ടോപ്പ് സ്റ്റേഷൻ. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. ഈ ഒരു വഴിയുടെ ഒരു സൈഡ് ഫുള്ള് കടകളാണ് കേട്ടോ. നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വാങ്ങിച്ച് സെറ്റായി നിൽക്കാമെന്ന്. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഷോപ്പിലൊക്കെ കയറിയിട്ട് ഒരുപോലത്തെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ടോപ്പ് സ്റ്റേഷൻ്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത് 20 രൂപയാണ് കേട്ടോ. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ മേലെ ഭാഗത്തേക്ക് കയറിയിട്ടുണ്ട്. ഒന്നാമത്തെ വ്യൂ പോയിന്റ് ഇതാണ്. ഇനി താഴെ ഭാഗത്തേക്ക് 2 വ്യൂ പോയിന്റും കൂടി ഉണ്ട്. ഈ ഭാഗത്ത് അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു. താഴെ ഭാഗത്തായിരുന്നു കേട്ടോ കൂടുതൽ ആൾക്കാരും ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു രാവിലെ ആയതുകൊണ്ടായിരിക്കും അധികം ആൾക്കാരില്ലായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ആ ഒരു വ്യൂ. നല്ല തണുപ്പുണ്ട്. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. അധികം തിരക്കില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി നേരം നിൽക്കാനും അതുപോലെ ഒത്തിരി ഫോട്ടോസ് എടുക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് നിന്ന് ഇറങ്ങുവാണ്. ഇനി നമ്മൾ താഴെ ഭാഗത്തേക്കാണ് പോകുന്നത് കേട്ടോ. ഈ ഒരു ഭാഗം മുഴുവനും വരുന്നത് തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റേതാണ് കേട്ടോ. അതുപോലെ ഇതാണ് രണ്ടാമത്തെ വ്യൂ പോയിന്റ്. ഇവിടെ നിന്ന് നമുക്ക് ഇതുപോലെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. അത് കഴിഞ്ഞ് ഞാൻ ഈ സൂം ചെയ്യുന്ന ഭാഗമാണ് മൂന്നാമത്തെ വ്യൂ പോയിന്റ് വരുന്നത്. ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് തമിഴ്നാടിൻ്റെ ഭാഗങ്ങളാണ്. ആ ഒരു തമിഴ്നാട്ടിലെ വീടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അങ്ങനെ എല്ലാ കാഴ്ചകളും കണ്ട് നമ്മൾ തിരിച്ചു മടങ്ങുകയാണ്. അപ്പോഴാണ് ഇതുപോലെ മാങ്ങ പേരയ്ക്കൊക്കെ വിൽക്കുന്ന സ്ഥലം നമ്മൾ കണ്ടത്. അവിടെ നിന്ന് നമ്മൾ മാങ്ങയും പേരയ്ക്കൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് ഉപ്പും മുളകൊക്കെ ഇട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെ കഴിച്ചതിന് ശേഷം നമ്മുടെ അടുത്ത സ്ഥലത്തേക്കുള്ള യാത്ര സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ അടുത്ത വിശേഷങ്ങളും നല്ല നല്ല കാഴ്ചകളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.